എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഗൾഫ് മലയാളികൾക്ക് വേണ്ടി ഇത്തരം ഒരു ക്ലാസ് എടുക്കുന്നത്. പൊതുവെ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് ഇങ്ങനൊരു പാത്തിന് ഇങ്ങനെ ചിന്തകൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് കുറവായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സ്പിരിച്വൽ എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. പൊതുവെ ഇവിടെ നമ്മൾ ജീവിതത്തിൽ നെട്ടോട്ടമോടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു യഥാർത്ഥ വിഷയമാണ് സ്പിരിച്വൽ എനർജി എന്നുള്ളത്. പലരും വീട്ടിൽ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടാവും. അത് ആ ചെറിയൊരു കുടിസിൽ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എല്ലാം ഒരു നാമമാത്രമായിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. അതിൽ കൃത്യമായി ഭക്തി വരുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ല. ആ ഭക്തി വരുത്താനുള്ള സമയവുമില്ല. പിന്നെ ആരാധനയ്ക്ക് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊതുവെ പോകാറും ഇല്ല എന്നതാ സത്യം. അപ്പൊ അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവുള്ള കാര്യമാണ്. ഈവൻ പള്ളികളിൽ പോകുന്നവരായി കഴിഞ്ഞാലും അതിൻ്റെതായ മൂല്യത്തിൽ അവിടെ എത്തി കിട്ടാൻ സമയം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. എനിവേ, ദാറ്റ് ഈസ് നോട്ട് ദ സബ്ജക്ട് നൗ. അപ്പൊ ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പായി ഇപ്പൊ എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ നാട്ടിൽ നിന്നൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പൊ ഈ ആൾട്ടർനേറ്റ് ഡേയ്സിൽ വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച ഗൾഫ് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പൊ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എവരിബഡി റെഡി ഫോർ ടുഡേസ് ക്ലാസ്. ജസ്റ്റ് നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ജീവിതം മാറാനായി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ജീവിതത്തിൽ അനന്തമായ മാറ്റം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തിൽ അനന്തമായ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ ജസ്റ്റ് സന്തോഷത്തോടു കൂടി തയ്യാറാവുക. ഹാപ്പി ആൻഡ് റെഡി. ഹാപ്പി ആൻഡ് റെഡി ആയിക്കഴിഞ്ഞാൽ, സന്തോഷത്തോട് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തെ മാറ്റാൻ പറ്റും. ഇന്ന് ജീവിതത്തിന്റെ മാറ്റത്തെ പറ്റിയിട്ട് പല പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ അടിസ്ഥാന തത്വം തന്നെ അതാണല്ലോ അല്ലെ, ജീവിതത്തെ എങ്ങനെ മാറ്റപ്പെടുത്താമെന്നല്ല. അപ്പൊ നമ്മുടെ പുതിയൊരു കോഴ്സ് നിങ്ങൾ എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സന്തോഷത്തിന്റെ താക്കോലുകൾ എന്ന് പറയുന്നത് ജീവിത മാറ്റത്തിനുള്ള 10 കാര്യങ്ങളെ പറ്റിയിട്ട് 10 ദിവസങ്ങളോട് പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള കോഴ്സാണത്. അതിൽ പറയുന്ന 10 കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ആ അടിസ്ഥാനപരമായ കാര്യങ്ങളെ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ അടിസ്ഥാനപരമായ ആവശ്യമായ സന്തോഷം, സമാധാനം, സംതൃപ്തി ഒക്കെ ചേർന്ന ആന്തരിക സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് യാത്രയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതെന്നുള്ള ചെറിയ രീതിയിലുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ആ അവബോധത്തിനെ പറ്റിയിട്ടുള്ള ആ അവബോധത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ കാര്യം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാൻ പോകുന്ന ഓറ എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓറ മാറിയാൽ എങ്ങനെയാണ് ജീവിതം ശരിയായി തീരുക എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഓറ മാറാൻ, അല്ലെങ്കിൽ ജീവിതം മാറാൻ എങ്ങനെയാണ് ഓറ മാറിയാൽ സാധിക്കുക, അല്ലെങ്കിൽ ഓറ കൃത്യമായി അലൈൻ ചെയ്താൽ സാധിക്കുക എന്നൊക്കെ മനസ്സിലാക്കണം. ഇത് ടോട്ടലി സ്പിരിച്വാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാത്വികമായ മാറ്റത്തിന് തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോ നിങ്ങൾ ഓറ എന്താണെന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. കൂടുതൽ സങ്കീർണതകളില്ലാത്തൊരു ഓറ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്കൊരാളെ കാണുമ്പോൾ നിങ്ങൾ യാദർച്ഛികമായി ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോഴോ അയാളിലോട് ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങളുടെ അകത്തളത്തിൽ നിന്നും നിങ്ങൾ അറിയാതെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഇഷ്ടം, അയാളോട് ഒരു കരിഷ്മ എന്ന് കൃത്യമായി പറഞ്ഞു, ഒരു കരിഷ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ അയാളുടെ ഓറ നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ലളിതമായ ഓറയുടെ നിർവചനം. ഓരോ ആൾക്കും വ്യത്യസ്തമായ ഓറ ആയിരിക്കും. ഒരാളുടെ ഓറ മോസ്റ്റ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, യൂണിവേഴ്സൽ തത്വത്തിൽ അടിസ്ഥാനമായിട്ട് ഏറ്റവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഓറ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റഡ് ആവും.
കണ്ടീഷൻസ് ഓറ ഉണ്ടാകുമ്പോൾ ആ കണ്ടീഷനുള്ളവർക്ക് അക്സെപ്റ്റഡ് ആവും. എന്ന് വെച്ചാൽ ഓറ മോശം എന്നല്ല അർത്ഥം. ഓരോ ആളും അത് ഓറ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായി പറയുന്നത് നമ്മളുടെ എനർജിയുടെ എക്സ്പാൻഷനാണ്. നമ്മളിലുള്ള എനർജിയെ എക്സ്പാൻഡ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിന്റെ പുറത്ത് മറ്റ് 2-3 വെളിച്ചങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിന്റെ നടുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളർ കാണാൻ സാധിക്കും, അതിന്റെ പുറം ചട്ടയിലേക്ക് ആ വെളിച്ചത്തിന്റെ പുറത്തേക്ക് നോക്കിയാൽ മറ്റൊരു കളർ കാണാൻ പറ്റും, അതിന് പിന്നെ കുറച്ചും കൂടി സൂക്ഷിച്ചു നോക്കിയാൽ പുറത്തോട്ട് 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 വിവിധമായ കളറുകളുടെ ഒരു എക്സ്പാൻഷൻ കാണാൻ പറ്റും. ഇത് എല്ലാ ജ്വലിക്കുന്ന വസ്തുവിലും അല്ലെങ്കിൽ എല്ലാ വൈബ്രേഷനിലുകളും ഇത് കാണാൻ സാധിക്കും. ഇതാണ് ശരിക്കും ഓറ എന്ന് പറയുന്ന സാധനം. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഇവിടെ യൂണിവേഴ്സൽ ആയിട്ട് വൈബ്രേഷനിലൂടെയാണ് കാണപ്പെടുന്നത്. ഞാൻ ഇവിടുന്ന് പറയുന്ന വാക്കുകളും എന്നെ ഇവിടെ പിക്ചറായിട്ട് നിങ്ങൾക്ക് കാണുന്നത്, ഞാൻ ഇവിടുന്ന് എൻ്റെ ബോഡിയിലുള്ള വൈബ്രേഷനുകളാണ് നിങ്ങൾക്ക് അവിടെ റിസീവ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ, ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഈ ആവർത്തികളിലൂടെയാണ് നമുക്ക് കാണപ്പെടുന്നത്. ആ ആവർത്തികൾ ഒരാളിലേക്ക് മറ്റൊരാളിലേക്ക് എത്തും, വിവിധമായ മാർഗങ്ങളിലൂടെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ആ ആവർത്തികൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളിൽ അത് റിസീവ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു വികാരം എന്താണോ അതാണ് അയാളുടെ ഓറയായിട്ട് നമുക്ക് കാണുന്നത്, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നതാണ് പ്രധാനമായ കാര്യം. അപ്പോൾ ഓറ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ, ഓറ ശരിയാക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിലെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയാൻ സാധിക്കും, അനന്തമായ സാധ്യതകളെ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഓറ എന്ന് പറയുന്നത് ഒരു ആത്മീയമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ അവിടെ മനസ്സിലാക്കണം, ഓറ ആത്മീയമായ ആശയം മാത്രമല്ല, അത് നമ്മളുടെ വൈബ്രേഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശക്തിയുടെ വെളിച്ചം എന്ന് വിളിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എന്താലോചിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത്, ഏത് രീതിയിൽ നമ്മുടെ എമോഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നൽകുന്ന ഊർജം ഒക്കെ ചേർന്നുകൊണ്ടാണ് ഒരു ഓറ രൂപപ്പെടുന്നത്. അപ്പൊ ഓറ നമ്മൾ രൂപപ്പെടുത്തുന്നതിന്റെ അതിലൂടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളെ നിർവചിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഓറയെ ശരിയാക്കി സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ചിന്തകൾ, നമ്മളുടെ സമ്പർക്കങ്ങൾ, നമ്മളുടെ സംസാരങ്ങൾ, നമ്മളുടെ ചുറ്റുപാടുകൾ, നമ്മളുടെ ഊർജം ഒക്കെ ശരിയായ വൈബ്രേഷനിലേക്ക് പോയാൽ അപ്പോൾ നമ്മുടെ ജീവിത ശക്തി അവിടെ സംയോജിക്കുകയും നമുക്ക് ആവശ്യമുള്ള ജീവിതം അവിടെ സംജാതമാവുകയും ചെയ്യുന്നു എന്നാണ് തത്വം. അപ്പൊ ഓരോ ആൾക്കും ഓരോ ഓറയാണ്. എന്തുകൊണ്ടാണ് ഓറ ഇത്ര പ്രാധാന്യമാകുന്നത് എന്നറിയണം. ഓറ ശരിക്കും ഒരു ആകർഷക ശക്തിയാണ്. നല്ല ഓറ ഉണ്ടാവുന്നയാളെ നമ്മൾ പോസിറ്റീവ് ആണെന്ന് കരുതും. അപ്പൊ അയാളിലേക്ക് അവരിലേക്ക് കൂടുതൽ അവസരങ്ങൾ, നല്ല ആളുകൾ, സന്തോഷം, സമൃദ്ധി ഒക്കെ സ്വതേവയായി തന്നെ ആകർഷിക്കപ്പെടും എന്നുള്ള തത്വമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത കാലത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചിട്ട് ബാക്കി പോകാം. നിങ്ങൾ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട നല്ല ഓറയുള്ള ഒരു വ്യക്തിയുടെ പേരൊന്ന് നിർദ്ദേശിക്കാമോ താഴെ? ആ നിർദ്ദേശം നിങ്ങൾ, അപ്പൊ ഓറ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് പറയാൻ പറ്റും. നല്ലൊരു ഓറയുള്ള ഒരാളുടെ നിങ്ങൾ ആരെയാണ് കണ്ടിട്ടുള്ളത് എന്നൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഓറ നമ്മൾ ഓരോ വ്യക്തികളിലും ആ ഓറ നല്ല ഓറയായി കഴിഞ്ഞാൽ നല്ല ആകർഷണം അവിടേക്കുണ്ടാകും. അപ്പോൾ നല്ല അവസരങ്ങൾ വന്നു ചേരും, നല്ല ധനം വന്നു ചേരും, നല്ല സന്തോഷം വന്നു ചേരും, നല്ല സമൃദ്ധി വന്നു ചേരും, ഒക്കെ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ലോകവും ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഓറയുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ മനസ്സിലും ആനന്ദം സൃഷ്ടിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പോസിറ്റീവായി മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവിനെ കാക്ഷിക്കുന്ന ആൾക്കാർ അത് സ്വീകരിക്കുകയും അവരിലും ആ ആനന്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. മറിച്ചാണെങ്കിൽ ആ നെഗറ്റീവ് ഉള്ള ആൾക്കാർ നമ്മളിൽ നിന്നും ഓടി അകലുകയും ചെയ്യും.
കാരണം എന്താ, അവർക്ക് നമ്മളിലുള്ള പോസിറ്റീവ് ഓറയെ റിപ്പല് ചെയ്ത് അവർ അതിൽ നിന്ന് പുറത്തു പോകും. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. നല്ല ഒരാൾ മറ്റൊരാളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓറയുള്ള ഒരാൾ മറ്റൊരാളെ ആകർഷിക്കുന്നുവെങ്കിൽ, അവരുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ആഗ്രഹിക്കുന്ന ആള് യഥാർത്ഥത്തിൽ ഈ ഓറയുമായി ചേർന്ന് നിൽക്കാൻ, അതായത് പോസിറ്റീവിനോട് ചേരാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കണം. മറ്റു ചില ആളുണ്ടാവും നല്ല ഓറയുള്ള ആൾക്കാരെ തെറി വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അതിന്റെ അർത്ഥം അയാൾ നെഗറ്റീവ് ഓറയുള്ള ആളാണ്. ഇത് രണ്ടും തമ്മിൽ യോജിക്കില്ല, റിപ്പൽ ചെയ്ത് തിരിച്ചു പോകും. ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ ലളിതമായി പറഞ്ഞു തരുന്നതാണ്. ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ ഓറ നന്നാകുമ്പോൾ, നിങ്ങളൊരു സുഹൃത്ത് നിങ്ങളെ വിട്ടുപോകുന്നുവെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ നല്ല ഓറയും അയാൾ മറ്റൊരു ഓറയുമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് അയാൾ പോയാൽ അയ്യോ പൊന്നേ പോവല്ലേ നീ പോവല്ലേ എന്ന് പാട്ട് പാടരുത്. പോയാൽ പോട്ടും എന്ന് പാടണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. ഇത് കൃത്യമായി മനസ്സിലാക്കണം. എന്റെ ഫ്രണ്ടാണ് സാറേ, എന്റെ ചങ്കായിരുന്നു സാറേ, എന്റെ കരളായിരുന്നു സാറേ, അവൻ പോയല്ലോ എന്ന് പറഞ്ഞ് കരയല്ല വേണ്ടത്. കണ്ടോ ഞാൻ നന്നായി, അവൻ പോയി എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇത് പ്രധാനമായിട്ടും സംഭവിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജസ്റ്റ് ചേർത്ത് പറയുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പോകുന്നു എന്ന്, അല്ലെ, പഴയ കാമുകന്മാരും പഴയ കാമുകിമാരൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെ, അതൊക്കെ മനസ്സിലാവും കേട്ടോ. ഇത് ഓറയുടെ വിഷയമാണ് എന്ന്. അപ്പോൾ ഓറ എന്തുകൊണ്ട്, അപ്പൊ നമുക്ക് പല വ്യത്യസ്തമായ ഓറയുള്ളവരെ കാണാം. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയാം, ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ നിലനിന്ന് പോകുന്നത്? ഓറക്ക് ഇയാൾ എന്താ പറയുക, ദൈവത്തിന് വിശ്വസിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വി.എസ്. അച്യുതാനന്ദൻ നല്ലൊരു ഓറയുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഇപ്പൊ ജനഹൃദയങ്ങളിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. അപ്പൊ ഓരോ വ്യക്തികൾ ദൈവഹിതമുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ടോ, ഇതൊന്നും അല്ല ഓറയുടെ അർത്ഥം. അവരുടെ മനസ്സിൽ നിന്നും വൈബ്രേറ്റ് ചെയ്യുന്ന, അയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയെ കാണപ്പെടും. അപ്പൊ അത്രയും പവർഫുള്ളായി ഓറ ഉണ്ടായിക്കഴിഞ്ഞാൽ മരണശേഷവും അത് നിലനിൽക്കും, എത്രയോ വർഷങ്ങൾ നിലനിൽക്കും. അതിനുവേണ്ടി നല്ല ഓറ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോ ഓറ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നല്ല ഓറയുള്ളവർക്ക് എന്നും പൂർണ്ണ ആരോഗ്യമായിരിക്കും. അവർ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെ നല്ല ഉണർവുള്ളവരായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നല്ല ഉണർവുള്ളവർക്ക് മാത്രമേ നല്ല ഓറ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും അസുഖം വയ്യോ പോയില്ല കന്നില്ല എന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഓറ നെഗറ്റീവുമായിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓറ എങ്ങനെയാണ് ശുദ്ധമാക്കുന്നത് എന്ന് ലളിതമായി പറഞ്ഞത് കുറേ ദിവസം പ്രാക്ടീസുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും എന്താണ് ഇതിന്റെ അടിസ്ഥാനമായ തത്വം എന്നുള്ളത് ഒരു 6 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ 5 പോയിന്റുകളോട് നമുക്ക് പറഞ്ഞ് ഓറ മനസ്സിലാക്കിയെടുക്കാം. നിത്യ പ്രാക്ടീസ്, ഇതെല്ലാം നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അറിയാതെയും അറിഞ്ഞും നിങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും. അത് ചെയ്യുന്നതിലൂടെ എല്ലാവരും ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്നാമതായി ഓറ നന്നാക്കാനായിട്ട് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധമാക്കുക എന്ന് പറയും. എന്താണ് ചിന്തകളെ ശുദ്ധമാക്കുക? എന്തുകൊണ്ടാണ്? ചിന്തകളാണ് എല്ലാ വൈബ്രേഷന്റെ അടിസ്ഥാനം എന്നറിയാം. നാം എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വൈബ്രേഷന്റെ അടിസ്ഥാനം. അപ്പോൾ നല്ല ചിന്തകൾ നല്ല വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു. നല്ല ചിന്തകൾ എന്ന് പറയുന്നത് അവരവർക്ക് ഓരോന്നും ആയിരിക്കും നല്ല ചിന്തകൾ. ഇറച്ചി വെട്ടുകാരന്റെ ചിന്ത ഇറച്ചി വെട്ടുക എന്നത് മാത്രമായിരിക്കും. ഇറച്ചി വെട്ടാത്തവന്റെ ചിന്ത ഇറച്ചി വെട്ടരുത് തന്നെ. അപ്പൊ ഇന്ന ചിന്തയാണ് നല്ലതെന്ന് പറഞ്ഞാൽ അവനവന്റെ കർമ്മഫലത്തിൽ നിന്നുകൊണ്ട്, കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവൻ ശുദ്ധമായ ചിന്തകൾ അവിടെ കൊണ്ടുവരണം. ആ ശുദ്ധമായ, അതായത് നെഗറ്റിവിറ്റി, അയ്യോ ഇല്ല അതെന്താ ഇങ്ങനെയെന്നുള്ള അവനവന്റെ ആത്മാവിന് യോജിച്ച രീതിയിലുള്ള സാത്വികമായ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ അവിടെ അവന്റെ ഓറ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നന്ദി പറയുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. നല്ല ചിന്തകൾ ഉണ്ടാക്കാനായിട്ട് നന്ദി പറയുന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് ഒരു 10 നന്ദികൾ പെട്ടെന്ന് എഴുതി വെച്ചോളൂ. നന്ദി പറയാൻ നിൽക്കുമ്പോൾ കുറെ സമയം പാടില്ല. എന്താണ് ഇപ്പൊ ഞാൻ നന്ദി പറയാന്നില്ല, ഒരു സമയം കൊണ്ട് 100 കണക്ക് നന്ദി പറയാൻ പറ്റണം. ആ നന്ദി എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളോടും എന്നോടും നിങ്ങൾ കാണുന്നവരോടും കാണാത്തവരോടും അറിയാത്തവരോടും അറിയുന്നവരോടും ഒക്കെ നന്ദി പറയുന്ന ഒരു തടസ്സം ഉണ്ടാവരുത്. ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചു പോയിട്ടുണ്ടോ, ആദ്യം അയാൾക്ക് നന്ദി പറയാം. ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ, ആദ്യം അയാൾക്ക് നന്ദി പറയാം. എന്താണെന്നറിയോ? ആ നന്ദിയാണ് നമ്മളെ മറ്റുള്ളവരിലേക്ക്
എത്തിക്കുന്നത് എന്നുണ്ട്. അപ്പോൾ നന്ദി പറയാൻ പഠിക്കാതെ. പിന്നെ ഒന്ന് പ്രാർത്ഥനകൾ. എന്താണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല ശുദ്ധമായ പ്രാർത്ഥന. ഇപ്പോൾ പ്രാർത്ഥനകൾ പോയിട്ട് ഞാൻ ഇന്ന് കേട്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയാൽ ശ്രീകോവിലിന്റെ മുമ്പിൽ കയറുന്ന അയ്യോ രക്ഷിക്കണേ എൻ്റെ എല്ലാ എന്താ പറയാ ദുരിതങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും അല്ലെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വളരെയധികം ഉണ്ട്. ഇപ്പോഴും അറിയാം, നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം, കരച്ചില വിഗ്രഹം. നമ്മളെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കരച്ചിലോ എന്റെ ജീവിതം, എന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരണേ കൃഷ്ണ, ഗുരുവായൂരപ്പോ, എന്റെ ദുരിതങ്ങളെല്ലാം നിർക്കണമേ, നീ എന്നെ രക്ഷിക്കണമേ, നീ താൻ മാത്രമേ തുണയുള്ളൂ എന്നൊക്കെയാണ് പ്രാർത്ഥനകൾ എന്നറിയുക. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ദൈവത്തിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഏത് ദൈവമായാലും, അള്ളാഹുവിന്റെ അടുത്ത് പോയാലും, ജീസസിന്റെ അടുത്ത് പോയാലും, ശിവന്റെ അടുത്ത് പോയാലും, വിഷ്ണുവിന്റെ അടുത്ത് പോയാലും, ആരെടുത്ത് പോയാലും ഒറ്റ കാര്യമേ, അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് പോയാലും എല്ലാവരും ഒറ്റ കാര്യമേ നിങ്ങളോട് പറയുള്ളൂ. അവരെല്ലാ ദൈവങ്ങളുടെ കൈ ഇങ്ങനെയായി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ, തഥാസ്തു, ആമീൻ, ആമീൻ, ഇത് മാത്രമേ ദൈവത്തിന്, വേറെ ഒരു ഭാഷയും ദൈവത്തിന് അറിയില്ല. ഒറ്റ ഭാഷയെ അറിയുള്ളൂ. അപ്പൊ എന്റെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരണമേ, ആമീൻ. എന്റെ കഷ്ടങ്ങളെല്ലാം അവൻ എന്നോട് ചെയ്തതെല്ലാം അവന് തിരിച്ചു കിട്ടണേ, ആമീൻ. ഇത്രയല്ലേ ഉള്ളൂ. ഇത് പ്രാർത്ഥനയുടെ ഭാഗം. അത് പറഞ്ഞു പോകുന്നില്ല, ഇന്ന് ഓറയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറഞ്ഞ അങ്ങനെ പുറകെ പോകും. അപ്പോ പ്രാർത്ഥനകൾ, ശുദ്ധമായ പ്രാർത്ഥനകൾ, ശുദ്ധമായ അഫ്രിമേഷൻസ്, മനസ്സിലാക്കിക്കൊണ്ടുള്ള അഫ്രിമേഷൻ. നമ്മൾ ആവർത്തി പറയുന്നു, അഫ്രിമേഷൻ മനസ്സിലാക്കൽ, അഫ്രിമേഷൻ മനസ്സിലാക്കി ചെയ്യണം. അഫ്രിമേഷനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ പുസ്തകത്തെ പറ്റിയിട്ട് നിങ്ങൾ ഓർക്കണം. അഫ്രിമേഷൻ പുസ്തകം നമുക്ക് ഒരു പുസ്തകമുണ്ട്, വാങ്ങിക്കാത്തവർ വാങ്ങിക്കുക. ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന അഫ്രിമേഷൻ മാത്രമുള്ള ഒരു പുസ്തകമുണ്ട്, അത് വായിക്കുക. അതിനകത്ത് എടുക്കുക, എന്നിട്ട് മനസ്സിലാക്കുക അഫ്രിമേഷൻ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നല്ലതാകട്ടെ എന്നല്ല, ഞാൻ നല്ലതാണ് എന്നുള്ള അഫ്രിമേഷൻ വേണം. എനിക്ക് നന്മ ഉണ്ടാവട്ടെ എന്നുള്ള അഫ്രിമേഷൻ പാടില്ല. എനിക്ക് നന്മ ഉണ്ട് എന്നുള്ള അഫ്രിമേഷൻസ് മാറ്റി പറയാൻ നിൽക്കണം. ഞാൻ ശാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ഞാൻ ശാന്തതയിലാണ് എന്ന അഫ്രിമേഷൻ. അല്ലെങ്കിൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു എന്നല്ല, ഞാൻ ആകർഷണത്തിലാണ് എന്ന രീതിയിലുള്ള അഫ്രിമേഷൻ ഓരോ ദിവസം. തുളസിയൊക്കെ സംസാരിക്കും, കരഞ്ഞും പിടിച്ച് ഇനി വോയിസ് അയച്ചാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. കൃത്യമായിട്ട് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ വോയിസ് ഒന്നുമില്ല, എപ്പോഴും പോസിറ്റീവ്. സാറേ കിട്ടി, ഇതൊന്നും കഴിഞ്ഞു, എല്ലാം ഇവിടെ ഉണ്ട്, നിങ്ങൾ പോയി എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത് അവരവരെ വിഷയമാണ്. അത് അവനവനെ മാറ്റാൻ പറ്റുമോ, മറ്റാർക്കും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അവനവനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരു കുറവില്ലാത്ത അബൻഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം പ്രപഞ്ചത്തിൽ എടുക്കാൻ നമുക്ക് അറിയാത്തത് മാത്രമാണ് പ്രശ്നം. അത് എടുക്കാൻ അറിയില്ലെങ്കിൽ ഇത് എങ്ങനെ എടുക്കും എന്നതിനെ വെക്കാം. ഇത് അപ്പൊ എനിക്ക് കിട്ടിയില്ല എന്നല്ല, എനിക്കിത് എങ്ങനെ എടുക്കും എന്ന് അന്വേഷിക്കുക, അപ്പോൾ എടുക്കാനുള്ള വഴി നമുക്ക് കാണാം. അപ്പോൾ ഇത് കൃത്യമായി ഗ്രാറ്റിറ്റ്യൂഡ്, ചിന്തകൾ ശുദ്ധമാക്കണം. ചിന്തകൾ ശുദ്ധമായാൽ വാക്കുകൾ ശുദ്ധമാകും, വാക്കുകൾ ശുദ്ധമായാൽ പ്രവൃത്തികൾ ശുദ്ധമാകും, പ്രവൃത്തികൾ ശുദ്ധമായാൽ ശരീരം മുഴുവൻ ശുദ്ധമാകും. അല്ലെങ്കിൽ ആദ്യം പോയിട്ട് ശരീരം 18 ബാറിന്റെ സോപ്പിട്ട് തേച്ച് കുളിച്ചുകൊണ്ട് ശരീരം ശുദ്ധമാകില്ല, ചിന്തകൾ ശുദ്ധമായിക്കാൻ മാത്രം പ്രധാനമായിട്ട് ആവുള്ളൂ എന്ന്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റാണ് ശരീരം ശുദ്ധമാക്കുക. അതാണല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത്. രണ്ടാമത് ചിന്തകൾ ശുദ്ധമാക്കുക, ശരീരം ശുദ്ധമാക്കുക. എന്തുകൊണ്ട്? ശരീരം കൃത്യമായി ശുദ്ധതയിൽ നിർത്തണം. നല്ല വെള്ളം കുടിക്കണം, നന്നായി കുടിക്കണം. സാത്വിക ഭക്ഷണങ്ങൾ സ്വീകരിച്ചവർക്ക് മാത്രമേ ഓറ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്താണ് ഈ സാത്വിക ഭക്ഷണം എന്ന് ചോദിക്കും അല്ലെ. സാത്വിക ഭക്ഷണം കുറെ നമുക്ക് എരിവ്, പുളിവ്, ഇങ്ങനെയുള്ള കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത കുറെ സാധനം കഴിക്കുന്നു അല്ലെ. ആവശ്യമില്ലാത്ത മസാലകൾ, അല്ലെങ്കിൽ ഉള്ളി, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ശരിക്കും ഹൃദയത്തിൽ ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. നാവിന്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ ആക്ച്വലി നാവിന്റെ ടേസ്റ്റ് അല്ല നമുക്ക് ആവശ്യം, ശരീരമാണ്. അതുകൊണ്ട് സാത്വിക ഭക്ഷണം, അതിനെ പറ്റിയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ ആരോഗ്യത്തെ പറ്റിയിട്ട്, ഭക്ഷണത്തെ പറ്റിയിട്ട് ക്ലാസ്സുകൾ തൊട്ടിട്ടേ ഇല്ല ഇതുവരെ. ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വിജയിക്കും ഇപ്പോഴിങ്ങനെ. പിന്നെ സമയം എനിക്ക് തോന്നുന്നത് നമ്മുടെ ജയ പറഞ്ഞ പുതിയ കോച്ച് വരുന്നുണ്ട്. അവര് ഈ ആരോഗ്യത്തെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാൻ പോവുകയാണ്. അപ്പൊ അത് വരും, ആ സമയത്ത് വരും. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ശരീരം ശുദ്ധമാക്കുക എന്ന് പറയുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത്. കണക്ട് വിത്ത് നേച്ചർ എന്ന് പറയുന്നത് ഓറയുടെ വലിയൊരു രീതിയാണ്. ഗ്രീനറിയിൽ പോയിരിക്കുക, പുഷ്പങ്ങളുടെ കൂടെ ഇരിക്കുക, ഗാർഡനിൽ പോയിരിക്കുക, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പരിപാലിക്കേണ്ട സാധനമാണ്. അതുപോലെ തന്നെ വിറ്റമിൻസ്, സൂര്യോർജ്ജം നമ്മൾ സ്വീകരിക്കുന്ന രീതി, അത് ഓറ
കൂട്ടാൻ വളരെ എക്സ്പാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഓറ കൃത്യമായി വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ ഒക്കെ നമ്മുടെ സൂര്യോർജ്ജത്തിൽ നിന്ന് കിട്ടുന്നതാണ്. രാവിലെയുള്ള വെയിൽ കൊള്ളല്, നടത്തം, വ്യായാമം, ഇതൊക്കെ കൃത്യമായിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് മനസ്സിനെ ട്രെയിൻ ചെയ്യുക, ധ്യാനം ചെയ്യുക എന്ന് പറയും. ഓറയിൽ വളരെ പ്രധാനമാണ് മെഡിറ്റേഷനും അതുപോലെ തന്നെ പ്രാണായാമയും എന്ന് പറയും. ദിവസവും 10 മിനിറ്റ് എങ്കിലും പ്രാണായാമം ചെയ്യുക, ധ്യാനം ചെയ്യുക. ഹൃദയചക്ര ധ്യാനം പോലുള്ള അല്ലെങ്കിൽ സ്നേഹ ധ്യാനം പോലുള്ള ധ്യാനങ്ങൾ പരിശീലിക്കുക എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ് ഇതായിട്ട് പറയാണ്. ഇത് ശരിക്കും ഡീപ്പായി പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പോയിന്റ് വൈസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നാലാമത്തത് സറൗണ്ടർ വിത്ത് ഗുഡ് പീപ്പിൾസ്. എന്താണ് സറൗണ്ടർ വിത്ത് ഗുഡ് പീപ്പിൾ എന്ന് പറയുന്നത്? ശ്രേഷ്ഠമായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ശ്രേഷ്ഠമായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളിലും ശ്രേഷ്ഠത അനുഭവപ്പെടും. അവർ നൽകുന്ന പോസിറ്റിവിറ്റികൾ നമ്മളിലേക്കും സ്പ്രെഡ് ചെയ്യപ്പെടും, അല്ലെ? അതാണ് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഇതാണ്. എനർജി നമുക്ക് ലഭിക്കുന്നത് നല്ല എനർജി ആയിരിക്കും അവരിൽ നിന്ന് എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ എനർജി ഹീലിംഗ് കുറേ മെത്തേഡ്സുകൾ ഉണ്ട്. ഇത് മാത്രം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായി സമ്പർക്കം ഒഴിവാക്കുന്നതും പോസിറ്റീവ് ആൾക്കാരുമായി സമ്പർക്കം ഉണ്ടാക്കുന്നതും നിങ്ങളുടെ എനർജി ഹീലിംഗിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എനർജി ഹീലിംഗിന് വേണ്ടി നിങ്ങൾക്ക് മറ്റ് ചില ഘടകങ്ങൾ ഉപയോഗിക്കാം. ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല സ്മെല്ലുള്ള സാധനങ്ങൾ വീട്ടിൽ വെക്കുക. വീടും പരിസരവും കൃത്യമായി വൃത്തിയാക്കി നല്ല എനർജി വീട്ടിൽ ചുറ്റുവട്ടത്തും ഉണ്ടാക്കുക. നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ ക്രിസ്റ്റൽസുകൾ നിങ്ങളുടെ വീട്ടിൽ, ഇതാണ് ഞാൻ നേരത്തെ വരുമ്പോൾ കാണിച്ചത്. ഇത്തരം ക്രിസ്റ്റൽസുകൾ കിട്ടും വീട്ടിൽ വെക്കാനായിട്ട്. ഈ ക്രിസ്റ്റൽസുകൾ വെക്കുക. അതിൽ നല്ല സ്മെല്ല് വരുന്ന നല്ല ഇതുപോലുള്ള ലിക്വിഡുകൾ കിട്ടും. ഇത്തരം ലിക്വിഡുകൾ ഉപയോഗിച്ച് വീട്ടിൽ എപ്പോഴും നല്ല സ്മെല്ല് ഉണ്ടാക്കി വെക്കുക. ഇത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ശ്വാസത്തെ എപ്പോഴും ശുദ്ധമാക്കാൻ നിൽക്കും. ഈ ശ്വാസം ശുദ്ധമാകുമ്പോൾ നല്ല എനർജി വീട്ടിൽ ഇതിനകത്ത് വരും. ചുറ്റുവട്ടങ്ങളിൽ നല്ല എനർജി വരും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓറ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രക്രിയ തന്നെ ഉണ്ട്. ഓറ ഹീലിംഗ് ഞാൻ താമസിയാതെ തുടങ്ങുന്നുണ്ട്. ഓറ ഹീലിംഗ് ചെയ്തു കൊടുക്കുന്ന ഒരാളുടെ, അത് നമ്മുടെ ഓറ എവിടെയൊക്കെയാണ്, ഏത് ഓറയിലാണ് വിഷയം കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് പെൻഡുലം വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, പെൻഡുലം? ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഓറ എവിടെയാണ് ബ്ലോക്ക്, എന്താണ് ബ്ലോക്ക് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് ഓറ കൂട്ടുന്ന ചക്രയാണ് ഈ പറഞ്ഞ ചക്ര മാറുന്നതനുസരിച്ച് ഓറയിലേക്ക് വ്യത്യാസം വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സോൾട്ട് ബാത്ത്, ടെർമറിക് ബാത്ത്. ഇതൊക്കെ ഓറ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓറ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്ന സാധനം, ഇങ്ങനെയുള്ള റെഗുലർ എക്സസൈസ്, ഡീപ്പ് ബ്രീത്തിങ്, ഇങ്ങനെയുള്ള ഗുഡ് തിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓറ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓറ എക്സ്പാൻഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനത്തിന്റെ പേരാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാതിരുന്നതിൽ ഓറ മങ്ങിപ്പോകുമെന്നുള്ളതാണ്. കാരണം നമുക്കുള്ള ഓറ മങ്ങി അവിടെ കിടക്കും. ഉണ്ട് സാധനം, പക്ഷെ അതിന് ശോഭിക്കാൻ കഴിയില്ല. ഫൊർഗീവ്നെസ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനർജി റിലീസ് സംഭവിക്കും. അവിടെ എനർജി റിലീസിങ് ആണ് ഫൊർഗീവ്നെസ് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ, ഓറ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, സ്റ്റാർട്ടിങ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, എൻഡിങ് ഫൊർഗീവ്നെസ് പറഞ്ഞു. ഇതിലെല്ലാം അതിൻ്റെ ഇടയിൽ ബാക്കി എല്ലാം ചെയ്യുമ്പോൾ മാത്രമാണ് ഓറ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇത് ഒരു ദിവസമല്ല, ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് പൂർണ്ണമായി പുഞ്ചിരി വരും. ആ പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് ആഹാ കൊള്ളാമല്ലോ ഇയാൾ എന്ന് തോന്നും. അതാണ് ഓറ എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നമ്മൾ സദാ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിൽക്കാൻ പറ്റണമെങ്കിൽ ഓറ നല്ലായിരിക്കണം. അല്ലെങ്കിൽ സദാ പുഞ്ചിരി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഓറ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിന് ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. ചില ആൾക്ക് ഓൾറെഡി ഉണ്ടാവാം അകത്ത്, പക്ഷെ അത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്ത് അത് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടാവും ഈ സാധനം. അതൊന്ന് ഓപ്പൺ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോളും. ഏറ്റവും കൂടുതൽ ഓറ വരാത്തതിന്റെ പ്രധാനമായ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട് ഈ കരിഷ്മ. പുറത്ത് വരാതിരിക്കുന്നതിന് പ്രധാന കാരണം ഒന്ന് ആർക്കെങ്കിലും പറയാം? ഈ പറഞ്ഞതിനകത്ത് എല്ലാം പെട്ടതാണ്. പക്ഷെ ഇതെല്ലാം അറിയാതെ നിങ്ങൾ നിത്യവും ചെയ്തു പോകുന്ന ഒരു വിഷയമാണ് ഈ ഓറ പുറത്തോട്ട് വരാതിരിക്കാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം. അതൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാം
എന്താണ് ഗ്രഹഭരണാധികാരികളാണല്ലോ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാം. അതാണ് ഓറ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രധാന കാര്യം. ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എത്ര പേർക്ക് പറയാൻ പറ്റും നോക്കട്ടെ. ഞാൻ ഒറ്റ ക്വസ്റ്റ്യനോട് കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എത്ര പേർക്ക് പറയാൻ പറ്റും നോക്കട്ടെ. ഞാൻ ഗ്രഹഭരണാധികാരികളോട് തന്നെ ചോദിച്ചു, ഗ്രഹസ്ഥികളോട് ചോദിക്കുന്നു. മറ്റുള്ളവരെ ഞാൻ ആദ്യം തൽക്കാലം പറയുന്നു. ഗ്രഹസ്ഥികളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്നിൽ പൊങ്കാലയിടാൻ വരണ്ട. നിങ്ങളിൽ മാറ്റേണ്ട ഒരു സ്വഭാവത്തെ പറ്റിയിട്ടാണ്. ആ ആ സ്ഥിരമായി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നു, എന്നിട്ട് മാറ്റാൻ പറ്റും. മാറ്റണം സാറേ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും എഴുതി വരും. എന്താണ്? ഇല്ല, വന്നിട്ടില്ല. ഇതൊന്നും ഇതെല്ലാം ആണ് അതിന്റെ. പക്ഷെ അതിനേക്കാൾ വേറെ സംഭവമുണ്ട്. ഈ പറഞ്ഞതിനകത്ത് അതില്ല. പക്ഷെ അത് ആ ഈ ഈ സംഭവം എൻഡ് ചെയ്യുന്നത് അവസാനം ഞാൻ ഈ പറഞ്ഞതിനകത്തായിരിക്കും. അതുകൊണ്ടാണ് ആ ദിവസം തുടങ്ങുമ്പോൾ അത് അങ്ങനെ സംഭവിക്കില്ല, എൻഡ് ചെയ്യുന്നതിലായിരിക്കും. വേറെ പറഞ്ഞ സമയങ്ങളല്ലേ, വരും വരും. നിങ്ങൾക്കുള്ളതാണ്, ഇല്ലാത്തതൊന്നും ഇല്ല. ഇല്ലല്ലേ? എന്നാ പിന്നെ ഞാൻ 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 അനിൽ കണ്ടു, നിന്നോട് ചോദിച്ചില്ല. ഉത്തരം ചോദിച്ചിട്ടേ ഇല്ല, അനിലിനോട് ചോദിച്ചിട്ടേ ഇല്ല, ഞാൻ മറ്റൊരോട് ചോദിച്ചത്. അത് ഉത്തരം ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളുക. എന്നിട്ട് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അധികം മോസ്റ്റ് ഓഫ് ദ വീട്ടിലെ എന്താ പറയാ സ്ത്രീകളിലും ഉള്ളൊരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഓറ പഴുതുപതിയെ കുറച്ച്, സ്ത്രീകളിൽ സൗന്ദര്യമാണ് ഉണ്ടാകുന്നത്, ഓറ കുറച്ച് കുറവായിരിക്കും. ഈ ഒരു വിഷയം കാണാം. സൗന്ദര്യത്തെ അവർ കൂടുതൽ ശ്രദ്ധിക്കും. ഓറയുള്ള സ്ത്രീകളെ അല്ലെ ആരും പറയാറില്ല അങ്ങനെ അല്ല. ഓക്കെ, ഞാൻ സറണ്ടർ ചെയ്തു. നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിച്ചോളൂ, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഉത്തരം വന്നു എന്തായാലും. അപ്പോ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത സാധനമാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങുക. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഓറ തെളിഞ്ഞാൽ നമുക്ക് ജീവിതം തെളിയും. വളരെ സത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന, നിത്യം പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന ഒരു സുപ്രഭാതത്തിൽ എന്നല്ല, ജേണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സുകളിൽ പോയി അവിടെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട, ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ എക്സ്പാൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ അതിനാണ് നമ്മൾ അതിന് എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ചില സാധനങ്ങളെ, നമ്മുടെ ക്രിസ്റ്റൽ ഇതുപോലെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന് നമ്മുടെ സ്റ്റോണുകൾ, ഇതൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഇതിന്റെ ഗുണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമൃദ്ധിയും ക്ഷേമവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഓറ എക്സ്പാൻഡ് ചെയ്യണം. ഇത് അടിസ്ഥാന തത്വമാണ്. അപ്പോൾ ഓറ എക്സ്പാൻഡ് ചെയ്യാനുള്ള, ഓറ നന്നായി വരാനുള്ള എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പ്രാർത്ഥന ചെറിയ രീതിയിൽ മാറ്റിക്കുന്നു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ക്ഷേമവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഓറ എക്സ്പാൻഡ് ചെയ്യാനുള്ള സമർത്ഥന പരിപാടികൾ നാളെ മുതൽ ചെയ്യുക. 33. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഹാപ്പി ന്യൂസ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സോൾട്ട് വാട്ടറോ നിങ്ങളുടെ മെഡിറ്റേഷനോ ഒക്കെ ഹാപ്പിനെസ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. എനിബഡി ഹാവ് എനിത്തിങ് ടു ടെൽ? അൺമ്യൂട്ടഡ്. സാർ, എനിക്ക് 250 രൂപ ലോട്ടറി അടിച്ചു. അടിച്ചോ? വെരി ഗുഡ് ഗീത. 250 നാളെ തന്നെ എടുത്ത് 2500 ആയിക്കോട്ടെ. വീണ്ടും എടുത്തോ. ഇന്നലെ പഠിപ്പിച്ചെന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആരാ പറഞ്ഞേ? നേരത്തെ ഒരാൾ പറഞ്ഞു, രാവിലെ വിളിച്ചിട്ട് അവര് പ്രസിദ്ധന്റ് പറഞ്ഞാലും മോളെ ഒന്നും മനസ്സിലായില്ല സാർ, എന്താ പറഞ്ഞത്, എങ്ങനെ നമ്പർ കൂട്ടിയിടുന്നതെന്ന് പറഞ്ഞില്ല, മനസ്സിലായിരുന്നു. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കെ പോയിട്ട് ഒരു ലോട്ടറി എടുത്തു. അതേ ടെക്നിക്ക് ഉപയോഗിച്ച് ലോട്ടറി എടുത്തു. പിന്നെ അന്നേരം തന്നെ അടിച്ചു എന്ന് പറഞ്ഞു. അല്ലെ, അതാരാ? ഇവിടെ ഇല്ലല്ലോ ആള്. അതെനിക്കറിയില്ല. അങ്ങനെ ഒരു വോയിസ് ഞാൻ കേട്ടു. അത് കഴിഞ്ഞു. ഹലോ സാർ, ഞാൻ സുഹറയാണ്. സുഹറ പറയാം. ഞാന് പിന്നെ ഒരു കട ഓപ്പൺ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കട കെട്ടി സാറിന്റെ ക്ലാസ് ഒക്കെ കണ്ടതിന്റെ ശേഷം നല്ലൊരു അഡ്വാൻസ് കുറഞ്ഞിട്ടൊക്കെ ആയിട്ടേ നല്ല ചെറിയ വാടകയ്ക്ക് സോഫക്കട ഞാൻ തുടങ്ങണേ. അപ്പൊ എന്നാ ഉദ്ഘാടനം, ഏത് ഡേറ്റാ വേണ്ട? അടുത്ത മാസം തുടങ്ങണ വെച്ചിട്ടാണ്. ഡേറ്റ് നോക്ക്, എന്നാ വേണ്ടേ? എന്നാ അടുത്ത മാസം എന്നാ ഡേറ്റ് സാറ് പറയും, ഒരു ഡേറ്റ് നോക്കാം. കേട്ടാ, പെട്ടെന്ന് പറയാൻ ഡേറ്റ് നോക്കി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. കേട്ടോ, ഏതായാലും നല്ല കാര്യത്തിനല്ലേ ഡേറ്റ് എടുക്കും. ഓക്കെ സാർ, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലോണം സോഫ വിറ്റ് ആൾക്കാർക്ക് നല്ല കാശ് ആൾക്കാർക്കും ഗുണവും നിങ്ങൾക്കും ഗുണമുള്ള രീതിയിൽ ചെയ്യാം. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന്റെ ശേഷമാണ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്.
എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോഴൊക്കെ തുടങ്ങാൻ സാധിച്ചത്. ആ ബിസിനസ് ക്ലാസ്സിലേക്കൊന്ന് ഫ്രീ സെഷൻ ക്ലാസ്സിലേക്കെല്ലാം ഒന്ന് കയറിക്കോട്ടെ. ഇടക്ക് ചില കാര്യങ്ങൾ ആ മനസ്സിലാവും കേട്ടോ, ആ ആ പുതിയതായിട്ടാണെങ്കിലും. ഞാൻ ഇന്ന് രാവിലെ ആ ആ അപ്പൊ അത് താങ്ക് യു ശരിക്കും സാർ. പ്രാക്ടീസ്. അടുത്ത ആ മാസം നിങ്ങൾ കോഴിക്കോട് വരുന്നുണ്ടോ? കോഴിക്കോട് വരുന്നുണ്ട്, എന്തായാലും വരും. ഞാൻ തിരുവനന്തപുരം വന്നപ്പോ മാറ്റൊക്കെ എത്രാം തീയതി ഉണ്ടായി. തുടങ്ങണം നിങ്ങൾക്ക്? എത്രാം തീയതി? ഇപ്പൊ എല്ലാം റെഡിയായോ അവിടെ? സാധനങ്ങൾ റെഡിയായോ? ഇല്ല, അവിടെ ഇപ്പൊ ഇല്ല, സാധനം ഇനി ഇറക്കാണ്ട്. കട ഓപ്പൺ ആയിക്കണ്. ഈ മാസം അഡ്വാൻസ് കൊടുക്കും. ആ, കട അപ്പൊ ഉണ്ട്. എത്രാം തീയതി? ആ ഓഗസ്റ്റ് എത്രയാകുമ്പോഴേക്ക് സാധനം വരും? കുറെ സാധനം മേടിച്ചു വെക്കണ്ട ആദ്യം. ഓർഡർ അനുസരിച്ചല്ലേ, കുറച്ച് ഓർഡർ സാധനം അനുസരിച്ചല്ലേ എടുക്കണേ. അവിടെ അടിച്ചുണ്ടാക്കാണ്, അടിച്ചത് കൊടുന്ന് ഇറക്കുകയാണ്. അതെ അതെ അതെ. ആ അപ്പൊ ആ അവര് കൊണ്ടുവന്ന് വെക്കും, നമുക്ക് കമ്മീഷൻ അല്ലേ. അവര് കൊടുന്ന് വെക്കും. ആ ആ അവര് കൊടുന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. അവര് നമ്മളെ 11 ഗ്രൂപ്പിലുണ്ട്. 11 തീയതി ആയാലോ? ഓക്കെ സാർ. അപ്പോഴേക്ക് 11 റെഡി തീയതി ആവോ? അപ്പൊ ഇതിന് റെഡി ആവും. ഇപ്പൊ 11 തീയതി രാവിലെ 11 മണിക്ക് ചെയ്തോളൂ. ആ തുടക്കം അങ്ങനെ ഓക്കെ തന്നെ സാർ. ആയിക്കോട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ. സാമ്പത്തിക ധ്യാനത്തിൽ ഇരുന്നപ്പോ എന്റെ കാലുവേദന ഫുള്ളായിട്ട് മാറി. അത് കണ്ടിന്യൂ ചെയ്യണേ. ഓക്കെ സാർ. നാളെ പിന്നെ ഒരു ശരീരം പോലും ഇല്ല. മെഡിറ്റേഷൻ കണ്ടിന്യൂ ആ ചെയ്യും. കാലുവേദനയ്ക്ക് മെഡിറ്റേഷൻ നല്ല ഗുണം ചെയ്തു. നരവിന്റെ ഓക്കെ താങ്ക് യു സാർ. നരവിന്റെ വിഷയമാണ് കാലുവേദന. കാലുവേദന ആ നരവിന്റെ വിഷയങ്ങളെല്ലാം നമ്മളെ മെഡിറ്റേഷൻ നരവിന്റെ വിഷയങ്ങളെല്ലാം പോകും. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂറോൺസിന്റെ സൗണ്ട് തെറാപ്പിയാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ന്യൂറോൺസ് ഈ നെർവിനെ കംപ്ലീറ്റ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും നമ്മളെ മെഡിറ്റേഷൻ. എല്ലാ മെഡിറ്റേഷനും ബേസ് അതാണ്. ഞാൻ ന്യൂറോ സയൻസ് ബേസ് ആയി ചെയ്യുന്നത് കൊണ്ട് എല്ലാ മെഡിറ്റേഷനും ബേസ് സൗണ്ട് തെറാപ്പിയാണ്. സൗണ്ട് തെറാപ്പിയിലുണ്ട് ഒരുപാട് നിങ്ങൾക്ക് വ്യത്യാസം. ഞാനത് നേരിട്ട് നിങ്ങളോട് പറയാറില്ല എന്നേ ഉള്ളൂ പൊതുവെ. മ്യൂസിക്. ഞാന് അത്ഭുതമായിരിക്കണേ. താങ്ക് യു സാർ. ഓക്കെ, ശരി, വെരി ഗുഡ്. ഇന്ന് അത് പറഞ്ഞപ്പോഴാണ് രണ്ടാമത് ലോട്ടറി അടിച്ച കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് വൈകിട്ട് ഒരാൾ ഈ വോയിസ് അയാള് നേരത്തെ പറഞ്ഞ അവര് പറഞ്ഞ വോയിസ് നമ്മൾ റീൽസ് ആക്കി കിട്ടുമ്പോഴാണ് അവർ ഓർത്തത്, അയ്യോ ഞാനും ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അവർക്കും 5000 അടിച്ചു. എന്നിട്ട് രണ്ടാമത് വോയിസ് വന്നിട്ട് ശില്പയാണതല്ലേ, ശില്പൊക്കെ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. വെരി ഗുഡ്. അങ്ങനെ ആൾക്കാർക്ക് അടിക്കട്ടെ, എല്ലാവർക്കും അടിക്കട്ടെ. ഓക്കെ, ശരി. ഇനി ഒന്നുമില്ലല്ലോ, ആർക്കൊന്നുമില്ല. എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. പോട്ടെ, എന്നാല് നമുക്ക് നാളെ കാണാം. നാളെ സീസണിൽ വരാം. തുളസി ഗീത ക്ലാസ്സുകൾ ശരിക്കും കേൾക്കണം. നിങ്ങൾക്ക് ജേണി ടു ഹാപ്പിനെസ് എടുത്ത് നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? UAE എന്നുള്ള എല്ലാവരും. അനില്, ഇത് ലോ ഓഫ് അട്രാക്ഷൻ ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. ക്ലാസ് എടുത്തവർ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്രത്തോളം പെർസെൻറ്റേജ് നിങ്ങൾ വാച്ച് ചെയ്തതിലേക്ക് പ്രാക്ടീസ് പോയിട്ടില്ല മുന്നോട്ട് കേട്ടോ. UAE ആൾക്കാരോട് പറയാണ്, എല്ലാവരും നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി നോക്കണം. എല്ലാ സമയത്തും ഒരു മണിക്കൂർ എല്ലാ ദിവസവും ആപ്പിൽ കയറി കാര്യങ്ങൾ നോക്കണം കേട്ടോ. അത് പറഞ്ഞത് കറക്റ്റ് ആണ് സാറേ. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഒരു ക്ലാസ്സിന്റെ 2 പ്രാവശ്യം 3 പ്രാവശ്യം കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മുന്നോട്ട് അധികം പോവാത്തത്. അത് കുഴപ്പമില്ല. നിങ്ങൾ 10 പ്രാവശ്യം കേട്ടോ, അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. നിങ്ങൾ എത്ര പ്രാവശ്യം കേൾക്കുന്നു, എത്ര പ്രാവശ്യം പ്ലേ ചെയ്തു എന്നൊക്കെ കണക്ക് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് കേൾക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രാവശ്യം കേൾക്കുമ്പോ എനിക്ക് ചിലതൊക്കെ വിട്ടുപോകും. നിങ്ങൾ വേണ്ടത്ര സമയം കേട്ടോ, അത്രയും കേട്ടോ. അത് പതുക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി കേട്ടോ. നിങ്ങളത് കാണുന്നു എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട് എന്നാണ്. വെറുതെ ക്ലാസ് കയറി. പിന്നെ 333 മെഡിറ്റേഷന്റെ അഫർമേഷൻ സാറ് പിന്നെ തരുന്നല്ലേ അതിൽ പറഞ്ഞിരിക്കണേ? എത്ര അഫർമേഷൻ ഞാൻ തന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. അല്ല, അതൊന്നും എടുത്താ മതി. എന്താ പ്രത്യേകത അറിയോ? ബുക്കിലുള്ള ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. പറയും. ഞാൻ അഫർമേഷൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ റെക്കോർഡ് ചെയ്തതാണ് ആ വീഡിയോ. അപ്പൊ തരാമെന്ന് പറഞ്ഞു, ഇപ്പൊ തന്നിട്ടുണ്ട്, അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അഫർമേഷൻസ് കൊണ്ടുള്ള കളികളായിരുന്നു. അഫർമേഷൻ സാഗരം തന്നെ നടന്നു. പിന്നെ പ്രത്യേകിച്ച് ഇതിനപ്പോ ഇഷ്ടം പോലെ അഫർമേഷൻ പുസ്തകം തന്നെ ഇറങ്ങി. അഫർമേഷന്റെ ഞാൻ സാറിന്റെ ബുക്കിലുള്ളതാണ് ഞാൻ എന്നും പറയുന്നത്. എല്ലാ അഫർമേഷൻ നമ്മുടെ ആവശ്യമുള്ള അഫർമേഷൻ എടുത്തോളാം. ഞാനിപ്പോ 108 അഫർമേഷൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മറന്നുപോയത്. ഇന്നിപ്പോ 108 അഫർമേഷൻ അതേ സ്ഥാനത്ത് ഒരു PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സെഷനിൽ തന്നെ 333 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ബുക്കിലും 108 ഉണ്ടല്ലോ. എടുത്തു. അത് അല്ല, 108 മാത്രം. ബുക്കില് 108 6 പ്രാവശ്യമായിട്ടുണ്ട്. 6 ഡിഫറെന്റ് 108 ഓരോ സെഷൻ. ഇവിടെ 108 കോമൺ ആയിട്ടുള്ള 108 അപ്ലോഡ് ഉണ്ട്. പിന്നെ ഡെയിലി മെഡിറ്റേഷന്റെ കൂടെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ.
ഞാൻ പതുക്കെ പതുക്കെ സാറേ പോണേ. ഞാൻ ബുക്ക് തന്നെ ഒന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിച്ച് അങ്ങനെ അങ്ങനെ എനിക്ക് പോവാൻ തിരക്കുണ്ട്. ഞാൻ അങ്ങനെ നിങ്ങളെല്ലാം പറ്റുന്നുള്ളൂ. ഉദ്ദേശിച്ചത് അനില് വെറുതെ ഇത് ഇരുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അവസാനം ഞാൻ അലയിലേക്ക് വന്നിട്ട് ഇല്ല സാർ, ഇനി സ്ട്രോങ് ആവാൻ പോവാണ്. എന്നെ കൊണ്ട് അതുകൊണ്ട് തേക്കരുത്. എന്നെ കൊണ്ട് സാർ ഇത് മനസ്സിലാക്കി എന്നില്ല എനിക്കറിയില്ലെന്ന് ഞാൻ നീ ശരിയാക്കും. എന്നെ നാളെ രജനീനെ കിട്ടാനുണ്ട് എനിക്ക് കേട്ടോ. രജനി വരും, മോനും രജനിയൊക്കെ വരുന്നുണ്ട്. അല്ലല്ല, രജനി ഈ ക്ലാസ്സിന് എനിക്ക് കിട്ടാനുണ്ട്. രജനി എത്ര നോക്കിയെന്ന് ഞാൻ പറയാം. ക്ലാസ്സിൽ കയറി ഇത് കിട്ടിയല്ല. തുളസി ക്ലാസ്സുകൾ കാണുന്ന ഇല്ല എന്നല്ല, ആപ്പ് കിട്ടുന്നില്ല. ലാശനൊന്ന് വിളിച്ചു, ആപ്പ് കിട്ടുന്നില്ലേ? എന്തേ അറിയുന്നില്ല അല്ലെ? പറഞ്ഞു കൊടുക്കാം സാറേ. മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആന്തരികമായിട്ടാണ് മാറ്റം ഉണ്ടാക്കുക. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ മാറ്റം ശാശ്വതമായി നിൽക്കില്ല. നിങ്ങളൊരു കൃത്യം മനസ്സിലാക്കുക, നിങ്ങൾ സുന്ദരിയാണ് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളിടുന്ന വസ്ത്രങ്ങളല്ല. നിങ്ങളിടുന്ന വസ്ത്രം കണ്ടിട്ട് നിന്റെ ഡ്രസ്സ് കൊള്ളാമല്ലോ എന്ന ആള് പറയും അല്ലേ? നിങ്ങൾ കൊള്ളാമെന്ന് പറയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഡ്രസ്സ് കൊള്ളാമെന്ന് പറയുന്നതാണെങ്കിൽ നല്ല ഡ്രസ്സ് മേടിക്കുക. അല്ല, ഇതിൽ നിന്നെ കാണാൻ നല്ലതുണ്ട് എന്ന് പറയണമെങ്കിൽ അപ്പൊ നിങ്ങൾ നല്ലതാണ്, ഡ്രസ്സ് നല്ലതാണ്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇത് തീരുമാനിക്കുക. പതുക്കെ പറയണം, ഈ ഡ്രസ്സ് നല്ലതുണ്ട് കേട്ടോ. ആഹാ, അപ്പൊ വിചാരിക്കും ഇത് എന്നെ പറ്റിയാ പറയണത്, എന്നെ തന്നെ പറ്റുന്നത്. അല്ല, എന്നെ പറ്റി അല്ല പറഞ്ഞത്, ഡ്രസ്സിനെ പറ്റിയാ പറഞ്ഞത് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ലതുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോ നീ നല്ലതുണ്ട്. ഡ്രസ്സ് ഈ ഡ്രസ്സ് ചേരുമ്പോഴാണ് നീ നല്ലത്. അല്ലെങ്കിൽ നിന്നെ കാണാൻ നല്ലത് മാത്രം, നിന്നെ കാണാൻ നല്ലതുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന് പ്രത്യേകത. അപ്പൊ നമുക്ക് വേണ്ടത് നിന്നെ കാണാൻ നല്ലതുണ്ട് എന്ന് പറയുന്ന ഓറയിലേക്ക് എത്തണം. ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അത് ജസ്റ്റ് സോപ്പിട്ട് കുളിച്ചാലോ പൗഡർ ഇട്ടാലോ മേക്കപ്പ് ഇട്ടാലോ കിട്ടുന്നതല്ല. ഇത് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന, അല്ലെ? നേരത്തെ പറഞ്ഞു നിങ്ങൾ കണ്ട ഏറ്റവും ഓറയുള്ള ഒരാളെ ചോദിച്ചപ്പോൾ കുറെ ആള് പേര് എഴുതിയല്ലോ അല്ലെ? അതെങ്ങനെയാ? ഞാനിട്ട് ഈ കോട്ടിനനുസരിച്ചാണോ നിങ്ങൾ എന്റെ ഓറ വരുന്നത്? അല്ല ഈ ഷർട്ടിലാണോ? ഈ ഷർട്ടിന് ചെറിയ പ്രായമുള്ളൂ കേട്ടോ. ഈ ഷർട്ടിന് 6 വർഷമേ പഴക്കമുള്ളൂ കേട്ടോ. ഈ അകത്തിട്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 6, ഇത് കുറഞ്ഞതാണ്. എൻ്റെ 12 വർഷം 13 വർഷം 18 വർഷമുള്ള ഷർട്ടുകളുണ്ട്. അപ്പോ അത് കണ്ടിട്ടായിരിക്കോ ഓറ വയ്ക്കുന്നത്? ഇല്ല. ഈ മുഖത്ത് വിടരുന്ന ഈ പുഞ്ചിരിയും കാണുമ്പോഴാണ് നമ്മൾ ഓറ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്കൊള്ളാം. ഇത് വിരിയുമ്പോ അകത്ത്, ഈ വിരിയുമ്പോ തന്നെ അറിയും അകത്തെന്നും എന്തെങ്കിലും ഉള്ള വിരിയലാണെങ്കിൽ കാണിച്ചു തരാൻ വേണമെങ്കിൽ അകത്ത് വെച്ചിട്ട് ഒരു വിരിയലും അകത്ത് വെക്കാതെ വിരിയലും വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കോ. നിങ്ങളുടെ അകത്ത് നമ്മൊരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ ചിരിക്കുകയാണ്. ഇപ്പൊ ആശയോട് എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്. ആശയെ കാണുമ്പോൾ ഞാൻ അകത്ത് വെച്ചിട്ട് എന്ന് ചിരിക്കാം. എന്നാ അതല്ല, കണ്ടീഷൻ ഇല്ലാതെ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് ചിരിക്കാം. ഇത് സാറേ രണ്ടും. ഒന്ന് പറഞ്ഞു. സാറേ അനിതകുമാരി ഒന്ന് പറഞ്ഞോട്ടെ. അനിതകുമാരി പറഞ്ഞു. എന്നെ പറ്റി പറയാനാണോ? അല്ല, ഒരു കാര്യം ചോദിക്കാനാ സാറിനോട്. സാറേ, എന്റെ അനിയത്തിയും മക്കളും എന്റെ കൂടെയാ നിൽക്കുന്നതേ. അപ്പൊ അനിയത്തിയുടെ മോളിപ്പം BEd കഴിഞ്ഞ് BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് BEd കഴിഞ്ഞ് BSc കെമിസ്ട്രിക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അപ്പൊ MScക്ക് പോകാൻ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞ ആളാകെ വിഷമിച്ചിട്ടിരിക്കുവാണേ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ അത് കിട്ടാൻ ഞാൻ IR5 ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കൊരു വിഷമം. ശരിക്കും പിടിയിട്ടില്ല. BSc കഴിഞ്ഞിട്ട് MSc കഴിഞ്ഞിട്ട് എന്താ? അല്ല, BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് BEdന് പോയി. ഓക്കെ. അപ്പം BScക്ക് കുറച്ച് മാർക്ക് ഒരു 65-67% ഉള്ളത് കൊണ്ട് ഇപ്പൊ MScക്ക് കൊടുത്തേക്കുവാ. അപ്പൊ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞു സാറേ. അപ്പം പിന്നെ അല്ലെങ്കിൽ അല്ലാതെ എടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം ഡൊണേഷൻ SM കോളേജില്. അപ്പൊ ദൂരെയുള്ള കോളേജിലൊക്കെ കൊടുത്തിട്ടും കിട്ടിയില്ല. പിന്നെ ഒരു അലോട്ട്മെന്റും കൂടെ ഉള്ളു. ആളാകെ വിഷമിച്ചിട്ടിരിക്കുക. 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് എടുക്കാനുള്ള ഇല്ല. അപ്പൊ MScക്ക് കെമിസ്ട്രിക്ക് പോകണമെന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എത്ര സ്കോർ വരെ MSc കിട്ടും കെമിസ്ട്രി? അതൊരു 80 വേണം. അയ്യോ, അപ്പൊ 62 ഉള്ളവർ 80 വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല, ആള് കുറവുണ്ടെങ്കിലൊക്കെ കിട്ടേണ്ടതാ. അങ്ങനെ എന്ത് കാറ്റഗറി ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? റിസർവേഷൻ ഇല്ല, ജനറലാ സാറേ. നമ്മൾ മനുഷ്യരാണല്ലേ, അതുകൊണ്ട് റിസർവേഷൻ ഇല്ല. മനുഷ്യകുലമായ ഭയങ്കര പെർസെന്റേജ് ഡിഫറൻസ് അല്ലേ? 80-85 പോകുമ്പോ 62 ഉള്ളവർക്ക് എങ്ങനെ കിട്ടുക? അതെ സാറേ. എന്നാലും അല്ല, ചിലപ്പോ അവർക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ കിട്ടുമെങ്കിൽ.
ഇനി ഒരു അലോട്ട്മെന്റും കൂടെ ഉള്ളൂ. എപ്പോഴാ നമ്മൾ അലോട്ട്മെന്റ്? ഒരാളുടെ ഇനി അടുത്ത വിഷമം അലോട്ട്മെന്റ് എപ്പോഴാ വരുന്നത്? ഇനി ഒരു 4-5 ദിവസത്തിനകം വരുമെന്നാ പറഞ്ഞത്. ആളെവിടെയുണ്ട്? ആള് നാട്ടില്ല, ആ കൊട്ടാരക്കര. ആ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ പറ സാറേ. തന്നെ നാളെ തന്നെ ആളോട് നേരെ പോയി കൊട്ടാരക്കര ഗണപതിയുടെ അടുത്ത് പോകാൻ പറ. ആ ശരി സാറേ. ഒരു 4 നാളികേരം എടുക്കുക, ഓക്കെ അവിടെ സമർപ്പിക്കുക. ശരി സാറേ. എന്നിട്ട് ധൈര്യപൂർവ്വം വീട്ടിലേക്ക് വന്നോ, അടുത്ത അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കും. താങ്ക് യു സാറേ, താങ്ക് യു, കേട്ടോ? താങ്ക് യു. ഓക്കെ ബാക്കിയെല്ലാം അയാൾക്ക് വിട്ടുകൊടുക്കാം. ഓക്കെ. നാളികേരം അടിച്ചിട്ട് വരണം അല്ലേ? അത് അവിടുത്തെ നിയമം എങ്ങനെയാണോ അത് പാലിച്ചോളൂ. അതെ അതെ. ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു. വിഘ്നങ്ങളെല്ലാം അവര് തന്നെ മാറ്റട്ടെ. ഓക്കെ സാറേ. കേട്ടോ? ആ ശക്തി തന്നെ താങ്ക്സ്. തെളിയിക്കട്ടെ. ധൈര്യപൂർവ്വം പുള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചു. MSc ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഇതായില്ലേ, B.Ed MSc നല്ല സാധ്യത ആയില്ലേ? അതെ, പോട്ടെ. എന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആ ചെറിയ സഹായമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ സന്തോഷം, നല്ല കാര്യം. അതിന്റെ പുണ്യം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു, നിങ്ങളുടെ താങ്ക് കൂടെയും യു. അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും താങ്ങും തണലുമായി നിൽക്കുമ്പോൾ ഓക്കെ സ്വസ്ഥമായി പോകും. ഓക്കെ, സന്തോഷം. താങ്ക് യു നിങ്ങൾ സാറേ. എവിടെ? നിങ്ങൾ ദുബായിൽ വർക്ക് ചെയ്യല്ലേ? ഞാൻ മസ്കറ്റില് മസ്കറ്റിലാ? ഓക്കെ ഓക്കെ, ശരി. സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. താങ്ക് യു സാറേ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. പിന്നെ അന്നില്ലല്ലോ, എന്നാ പിന്നെ സന്തോഷത്തിൽ പിരിയാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ.